അതായത് ഈ അന്വേഷണവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കേസ് വരാനുള്ള സാധ്യതയും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ കണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാർ നേരത്തെ സജ്ജീകരിച്ചതും ഈ വാർത്ത വന്ന ഉടൻ തന്നെ മിനിറ്റുകൾക്കും തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം പറയുന്ന മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തി എന്നുള്ള തരത്തിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വാർത്തകൾ തെറ്റാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം ഈ രാഹുൽ ഒളിവിൽ പോയിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് അതിന് പിന്നിലെന്നും ഈ അന്വേഷണ സംഘത്തെ വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് അതിന് പിന്നിൽ നടക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നും ഫ്ളാറ്റിൽ പരിശോധന തുടരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ പാലക്കാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാടിന് തൊട്ടടുത്ത തമിഴ്നാട്ടിലെ മറ്റിടങ്ങളിലും വ്യാപകമായ പരിശോധനയും അതോടൊപ്പം തന്നെ അന്വേഷണവും നടത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഈശ്വറെ ലാപ്ടോപ്പ് കണ്ടെടുക്കാൻ വേണ്ടി പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആർമി സനൂപ് വിവരങ്ങളുമായി ചേർന്ന് തിരുവനന്തപുരത്ത്. സനൂപ്, ഈ ലാപ്ടോപ്പ് ഇതുവരെ കണ്ടെടുത്തില്ലേ? അനൂപിലേക്ക് മടങ്ങി വരാം. ജംഷീറിലേക്ക് വേണ്ടും. ജംഷീർ, ഈ ചുവന്ന പോളോ കാർ ആരുടേതാണെന്ന് കണ്ടെത്തിയോ? അജിംസ്, നിലവിൽ ഈ കാർ ആരുടേതാണെന്ന് മനസ്സിലായിട്ടില്ല. കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെയും അതോടൊപ്പം തന്നെ ഡ്രൈവറെയും ചോദ്യം ചെയ്തിരുന്നു ഈ കാറിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി. പക്ഷേ അവർ പറയുന്നത് ഈ കാർ ആരുടേതാണെന്ന് തങ്ങൾക്ക് അറിയില്ല. ഈ കാർ നേരത്തെ ഇവിടെ കണ്ടുപരിചയമില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാർ സഞ്ചരിച്ചതായി അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ കാറാണ് എന്നുള്ളതാണ്. പക്ഷെ ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. ഇതൊരു അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ കാറാണ് എന്നുള്ളതാണ് നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. അത് നേരത്തെ ഈ സംഭവം ഉണ്ടാകുന്നതിന്റെ ഒരു ദിവസം മുന്നേ തന്നെ ഇവിടെ പാലക്കാട് ഉണ്ടായിരുന്നു ആ കാർ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ആ കാറിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ ആ കാർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ കാറിന് കേന്ദ്രീകരിച്ചും ഇദ്ദേഹം അന്നേ ദിവസം പോയ വഴികൾ കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ട്. പ്രധാനമായും CCTV ക്യാമറകൾ ശേഖരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിന് പാലക്കാട് പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. പാലക്കാട് നിന്നുള്ള പോലീസ് സംഘവും ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനായി അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ നഗരങ്ങളിലുള്ള കേന്ദ്രങ്ങളിലുള്ള CCTVകൾ പരമാവധി ശേഖരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഈ കാർ കൂടുതലായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ജില്ലയ്ക്ക് അതിർത്തി പ്രദേശങ്ങളിലുള്ള വിവിധയിടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ഒരു ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം